കഴിഞ്ഞ ദിവസം ഭയങ്കരമായിട്ട് ന്യൂസ് ഉണ്ടായിരുന്നു. കുറേയധികം ഇൻസ്റ്റാഗ്രാമൊക്കെ യൂസ് ചെയ്യുന്ന ഇൻഫ്ലുവൻസേഴ്സായിട്ടുള്ളവരെ അക്കൗണ്ട് പൂട്ടിപ്പോയെന്ന് പറഞ്ഞൊരു കാര്യം. കാരണം എന്ന് പറഞ്ഞാൽ അവർ കുറേയധികം ബെറ്റിംഗ് ആപ്പൊക്കെ പ്രൊമോട്ട് ചെയ്ത് ഇത് ലീഗലല്ലാത്തതുകൊണ്ട് ഇതിങ്ങനെ കാരണം കുറേയധികം പേര് ബാധിക്കപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു ഗെയിം കളിച്ച് കുറേയധികം പേര് പൈസ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അതിനൊക്കെ മെയിനായിട്ടുള്ള കാര്യം ഇങ്ങനെയുള്ള ഇൻഫ്ലുവൻസേഴ്സാണ്. ഇവർ ഭയങ്കരമായിട്ട് പൈസ നേടുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് അവർ ഇൻസ്റ്റാഗ്രാമിൽ പ്രൊമോട്ട് ചെയ്യും. ഞാൻ ഒരു അരമണിക്കൂറേ കളിച്ചോളൂ, എൻ്റെ ഇത്രയും ലക്ഷം ഞാൻ ഉണ്ടാക്കി, നിങ്ങൾക്കും ഇനി പറ്റും, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇവർ നാട്ടുകാരെ പറ്റിക്കുകയാണ് ചെയ്തത്. ഇപ്പം ലേറ്റസ്റ്റായിട്ട് വന്നതെന്ന് പറഞ്ഞ ഫസ്മീന എന്ന് പറഞ്ഞ ഈ ഒരു ഇൻഫ്ലുവൻസർ കഴിഞ്ഞ തൊപ്പിയുടെ എക്സ് ലവറാണ് പുള്ളിക്കാരി. അതുപോലെ തന്നെ വയനാട് വ്ളോഗർ, ഇവരുടെയൊക്കെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് പൂട്ടിപ്പോയെന്നാണ് കേട്ടത്. സോ അത് തന്നെ വേണമെന്നാണ് ഞാൻ പറയുക. കാരണം ഇങ്ങനെയുള്ള പറ്റിച്ച് ജീവിക്കുന്നവരെ ഇങ്ങനത്തുള്ള ശിക്ഷ തന്നെ കിട്ടണം. കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് കാശ് കിട്ടുമെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവരെ പറ്റിക്കാൻ നിന്ന് ഞങ്ങൾ ഇത്രയും സമ്പാദിച്ചു, നിങ്ങൾക്കും പറ്റും, ഈസിയാണ്, ഇങ്ങനെയുള്ള ഓരോ തട്ടിപ്പുകൾ ചെയ്യുമ്പോഴത്തേനും ഇത് ഓർക്കണം. ഇപ്പോൾ ഇവർക്ക് മനസ്സിലാവുന്നുണ്ട്. ഇവർക്ക് മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നിയത് ചിലപ്പോൾ മനസ്സിലാവുമായിരിക്കും. കാരണം ഒരു അക്കൗണ്ടൊക്കെ ഉണ്ടാക്കി കുറച്ച് ഫോളോവേഴ്സിനൊക്കെ ഉണ്ടാക്കുന്നത് ഭയങ്കര പാട് തന്നെ. എന്ന് പറഞ്ഞ് നാട്ടുകാരെ പറ്റിക്കാൻ അത് ഉപയോഗിക്കരുത്. സ്വന്തമായിട്ട് എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്തിടുന്നത് അത് കുഴപ്പമില്ല. പക്ഷേ എന്നിരുന്ന് പറഞ്ഞ് നാട്ടുകാരെ നിന്ന് പൈസ എടുത്തിട്ട് അത് നിങ്ങൾക്ക് ലാഭം കിട്ടുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഇരുന്ന് ഒരു 5 മിനിറ്റ് വീഡിയോ ഒക്കെ ഇടുമ്പോഴത്തേന് ഇവർക്ക് ലക്ഷങ്ങളാണ് അവർ ആ കമ്പനിക്കാർ കൊടുക്കുന്നത്. അതിൻ്റെ പേരിലാണ് ഇവർ ഈ പറ്റിപ്പിന് ഇറങ്ങുന്നത്. അതുകൊണ്ട് എത്ര ലക്ഷം രൂപയാണ് ഓരോരുത്തരുടെ കയ്യിൽ നിന്ന് പറ്റിക്കപ്പെടുന്നത് അല്ലെങ്കിൽ നഷ്ടപ്പെടുന്നത്. ഇത് കാരണം ചില പേര് സൂയിസൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാം നമ്മൾ വാർത്തകൾ കേൾക്കുന്നുണ്ട്. ഇതൊക്കെ അറിഞ്ഞിട്ട് പോലും പിന്നെയും പ്രൊമോട്ട് ചെയ്യുന്ന കുറേ പേരുണ്ട്. പ്രത്യേകിച്ച് മല്ലു ഫാമിലിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ സുജിൻ എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയൊക്കെ എപ്പോൾ നോക്കിയാലും ഇത് തന്നെ പ്രൊമോട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ഫസ്മിന എന്ന് പറഞ്ഞാൽ എപ്പം നോക്കിയാലും ഇതിനെ പ്രൊമോട്ട് ചെയ്യുക. ഓരോ വീഡിയോയിലും എൻ്റെ കല്യാണത്തിന് ഇങ്ങനെയാണ് ഡ്രസ്സൊക്കെ എടുത്ത് അതിൽ നിന്ന് കാശ് കിട്ടിയത് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് പാവങ്ങളെ പറ്റിക്കുകയാണ് ചെയ്യുന്നത്. അവർ സാധാരണക്കാരെന്ത് വിചാരിക്കും, ഓക്കെ ഇവരൊക്കെ ഇങ്ങനെയൊക്കെ വാങ്ങാൻ പറ്റും, ഇതിൽ നിന്നായിരിക്കും കിട്ടിയത്, നമുക്കും ഇതിൽ നിന്നൊക്കെ കിട്ടാൻ പൈസയൊക്കെ കിട്ടും, കുറച്ച് പൈസ ഇട്ടാൽ മതി എന്ന് വിചാരിക്കുമ്പോഴത്തേന് ഇവരിടുന്ന പൈസ മൊത്തവും പോവും. ചിലപ്പോൾ അതിൽ കൂടുതൽ ഓക്കെ ഇനി അടുത്ത കിട്ടുമെന്ന് പറഞ്ഞാൽ അതിൽ കളിക്കുമ്പോഴത്തേന് അതിലും പോവും. പൈസ പോകത്തേയുള്ളൂ, അല്ല ഒരു പൈസയും കിട്ടത്തില്ല. ഇത് അവരറിയത്തുമില്ല. ചിലപ്പം ഭയങ്കരമായിട്ട് ഈ ഒരു പറഞ്ഞവരൊക്കെ ഇതൊക്കെ പ്രൊമോട്ട് ചെയ്തവരെ ചിലപ്പോൾ ഇവരൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന കുറേ വ്യക്തികളായിരിക്കും. അവർ പ്രൊമോട്ട് ചെയ്യുമ്പോൾ വിചാരിക്കും ഇത് സത്യമായിരിക്കുമെന്ന്. പക്ഷേ യഥാർത്ഥത്തിൽ സത്യമായിരിക്കത്തില്ല. ഇവർക്കൊക്കെ കാശ് കിട്ടിയിട്ട് അവരുടെ ലാഭത്തിന് വേണ്ടിയാണ് ഇതെല്ലാം പ്രൊമോട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആരും ഇതൊന്നും കളിക്കാനോ ഒന്നും തന്നെ നിൽക്കരുത്. ഇതിൽ നിന്നൊക്കെ പൈസ പോകുന്ന കുറേ പൈസ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ കുറേ പേര് ആത്മഹത്യ വരെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. സോ ഇതൊക്കെ എപ്പോഴും ശ്രദ്ധിക്കുക.